ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്കും അതുപോലെ തന്നെ കേരളത്തിൻ്റെ അതിർത്തി വാളയാറിലേക്കും പോകത്തക്ക വിധത്തിൽ അതിടുന്നത് സംബന്ധിച്ച് പ്രാദേശികമായ ചില ആശങ്കകളും എതിർപ്പുകളുമുള്ള പശ്ചാത്തലത്തിലാണ് ഇന്ന് ജനപ്രതിനിധികളെ എംപിമാർ, MLAമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ളവരെ ഇന്ന് വിളിച്ചുകൂട്ടി ഞങ്ങൾ അവരുമായി സംസാരിച്ചു. അവർ ഇവിടെ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഈ കാര്യത്തിൽ ജനങ്ങൾക്കുള്ളൊരു ആശങ്ക, ഭയം യോഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെൻറ് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളുന്നു. ഇതിനു മുമ്പ് MLAമാരുടെ യോഗം വിളിച്ചു കൂട്ടിയ സമയത്ത് ഒരു ഓൾട്ടർനേറ്റ് റൂട്ട് പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അതനുസരിച്ച് കനോലി കനാൽ വഴി ഈ പൈപ്പ് ഇടാൻ പറ്റുമോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചിരുന്നു. അത് പരിശോധിച്ചു. അത് പ്രായോഗികമല്ല എന്ന് സാങ്കേതിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നത്തെ ചർച്ച. അപ്പം ഇന്നത്തെ ചർച്ചയിൽ മുഖ്യമായിട്ട് വന്ന രണ്ട് പ്രശ്നം, ഒന്ന് ഇതിൻ്റെ അപകട സാധ്യത, അതിൻ്റെതായ ഒരു ഭയം ആളുകൾ പറഞ്ഞു. രണ്ട്, ഇതിൻ്റെ അലൈൻമെൻറ്റ് ജനവാസ കേന്ദ്രങ്ങളിൽ കൂടിയാണ് എന്നുള്ളത് പറഞ്ഞു. ഇത് രണ്ടുമാണ് ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം. അപ്പം അത് സംബന്ധിച്ച് ഞങ്ങൾ ഇന്നത്തെ ചർച്ച അവസാനിപ്പിച്ചത് എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ ഗവൺമെൻറ് ഈ പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. പക്ഷേ ഈ പ്രോജക്റ്റ് നമുക്ക് അനിവാര്യമാണ്. കാരണം ഭാവി വികസനത്തിന് എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഈ ആശങ്ക അകറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. നമ്മളിപ്പം ഈ ഗ്യാസ് ലൈൻ ഇടുന്നത് വൻകിട ഫാക്ടറികൾക്കും അല്ലെങ്കിൽ കമ്പനികൾക്കും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, വീടുകളിലേക്കുള്ള കണക്ഷൻ പോലും ഇന്ന് പൈപ്പ് ലൈനിൽ കൂടി ആയിരിക്കണം എന്നതിൻ്റെ പേരിലാണ്. റോഡിലൂടെയുള്ള ഈ ഗ്യാസ് ടാങ്കറുകളുടെ യാത്ര ഇന്ന് അപകടകരമാണ്. ഇന്നിപ്പം അത് ഈ പൈപ്പിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടകരമാണ്. നമ്മുടെ റോഡുകളൊക്കെ വീതി കുറവാണ്, പലയിടത്തും അപകടങ്ങളുണ്ടാകുന്നു. ഇപ്പം കേരളത്തിൽ തന്നെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എത്ര അപകടങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അപകടം ഒഴിവാക്കി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. അതിന് വേണ്ടി ഇങ്ങനെയൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കൂടുതൽ ചർച്ച പിന്നീടാകാം എന്ന നിലയിൽ ആണ് ഇന്ന് അവസാനിപ്പിച്ചത്. അലൈൻമെൻറ്റ് ഏതെങ്കിലും പ്രത്യേക സാഹചര്യമുണ്ട്, ജനവാസ കേന്ദ്രമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കും. കോമ്പൻസേഷൻ്റെ കാര്യം ആരും ഇന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഗവൺമെൻറ് അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പത്തെ ചർച്ചകളിലൊക്കെ കോമ്പൻസേഷൻ്റെ കാര്യം ഉയർന്നു വന്നിരുന്നു. 10% മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ. കാരണം ഇത് റൈറ്റ് ടു യൂസ് മാത്രമേ ഉള്ളൂ, ഇത് വിലക്കെടുക്കുന്നില്ല. ഇത് ഭൂമിക്കടിയിൽ കൂടെ കുഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ള എല്ലാ അവകാശവും ഈ വസ്തുവിൻ്റെ ഉടമസ്ഥനാണ്. അപ്പം 10% മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് കേരളത്തിൽ തികച്ചും കുറവാണ് എന്ന് പറഞ്ഞിരുന്നു. അത് ഇന്നിപ്പോൾ 50% ആക്കിയിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മറ്റു സ്റ്റേറ്റുകളിൽ 10%, 20% കൊടുത്തത്. ഇവിടെ വസ്തുവിൻ്റെ പൂർണ്ണ അവകാശം ഉടമസ്ഥന് തന്നെയായിരിക്കും. ഈ പൈപ്പ് അതിൻ്റെ അടിയിൽ കൂടെ കുഴിച്ചിട്ടിരിക്കുന്ന റൈറ്റ് ടു യൂസ് അതിന് മാത്രമായിട്ടാണ്. അതിന് 50% ഇവിടുത്തെ ഈ സ്ഥലം ഉടമകൾക്ക് ലഭിക്കും. അത് നെഗോഷ്യബിളാണ് എന്നും ഇന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 50% എന്നുള്ളത് അത് നെഗോഷ്യബിളാണ്. അതിനും പിന്നെ ആളുകളുടെ താല്പര്യം കൂടി അറിഞ്ഞ് അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് വന്നിരിക്കുന്നത്.